കാഴ്ചയിൽ അതീവ സുന്ദരന്മാരും സുന്ദരികളും, എന്നാൽ എതിരെ നിൽക്കുന്ന ആരാണെങ്കിലും നേരിടാനുള്ള അസാമാന്യ ധൈര്യവും കാണിക്കുന്ന പ്രകൃതിയുടെ ഒരു വിസ്മയ ജീവിയാണ് കടുവകൾ. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കടുവകളെ കുറിച്ചാണ് നോക്കുന്നത്. കടുവകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാട്ടിലെ ഏറ്റവും ശക്തന്മാരായിട്ടുള്ള ഒരു മൃഗമാണ് കടുവകൾ എന്ന് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞിടയ്ക്ക് വളരെയധികം രസകരമായിട്ടുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. സിംഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് കടുവയ്ക്കില്ല, അതുകൊണ്ട് സ്റ്റാർഡം കുറവാണ് എന്ന്. ഇത് വളരെയധികം ശരിയാണ്. നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് സിംഹത്തിനാണ്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയിലും ബുദ്ധിയിലും എന്നും മികച്ചത് കടുവകൾ തന്നെയാണ്. കടുവകൾ വളരെ നൊക്ച്വറൽ ഒരു മൃഗമാണ്. അതായത് എതിരെ നിൽക്കുന്ന ആരാണെന്ന് നോക്കാതെ ആക്രമിക്കാനുള്ളൊരു വാസന കാണിക്കുന്നവയാണ് കടുവകൾ എന്ന് പറയുന്നത്. ശരാശരി ഒരു കടുവ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ 300 കിലോഗ്രാം വരെ വെയിറ്റ് ഒരു കടുവയ്ക്ക് പൊതുവെ നമ്മൾ കണ്ടുവരാറുണ്ട്. ബിഗ് ക്യാറ്റ്സ് ഇനത്തിലെ തന്നെ വമ്പന്മാരാണ് കടുവകൾ എന്ന് പറയുന്നത്. കടുവകളുടെ ശരീരത്തിലുള്ള വരകൾ നമ്മുടെ ശരീരത്തിലെ ഫിംഗർ പ്രിന്റ് പോലെയാണ്. ഓരോ കടുവകൾക്കും ഇത് വ്യത്യസ്തമായിരിക്കും. അതിനാലാണ് നാട്ടിലിറങ്ങിയ കടുവകളെ വീണ്ടും വീണ്ടും നിരീക്ഷണങ്ങളിലൂടെ പിടികൂടാൻ നമുക്ക് സാധിക്കുന്നത്. ഫോറസ്റ്റ് ക്യാമറകളിൽ ഒരു കടുവ തന്നെയാണോ വീണ്ടും വരുന്നതെന്ന് അവയുടെ ശരീരത്തിലെ വരകൾ മൂലം നമുക്ക് മനസ്സിലാക്കാനാവും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കടുവകളെ കുറിച്ചുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടുവകൾക്ക് വളരെ വേഗം നീങ്ങാനാവും എന്നുള്ളതാണ്. തൻ്റെ ഇര വെള്ളത്തിലിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഒരു കാര്യവുമില്ല, കടുവകൾ വളരെ വേഗം നീന്തൽക്കാരാണ്. അവർ പെട്ടെന്ന് തന്നെ അവയെ പിടികൂടും. അതുപോലെ തന്നെ കടുവകളുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടായാൽ, മറ്റുള്ള ജീവികളുടെ അറ്റാക്ക് മൂലമോ അല്ലെങ്കിൽ ടെറിട്ടറി യുദ്ധങ്ങൾ മൂലമോ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ അവയുടെ ശരീരത്തിൽ ഉണ്ടായാൽ, അവയുടെ വായിലെ സലൈവയിൽ ഒരു പ്രത്യേകതരം ലൈസോസൈം എൻസൈംസ് ഉണ്ട്. ഇവ വഴി അവയുടെ ശരീരത്തുണ്ടാകുന്ന മുറിവുകളെ പെട്ടെന്ന് തന്നെ നക്കി സുഖപ്പെടുത്താനായിട്ട് ഇവർക്ക് സാധിക്കും. ഇന്ത്യയിലാണ് ലോകത്തിലെ കടുവകളുടെ പകുതി ശതമാനവും കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത, മഴയുടെ ലഭ്യത, ഇരകളുടെ സാന്നിധ്യം, ഇവയൊക്കെയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും ഇവ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണമായിട്ട് കരുതപ്പെടുന്നത്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് കടുവകൾ ഇറങ്ങുന്നതും ഇതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. നാട്ടിലേക്ക് ഒരുപാട് കടുവകളൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞ കാര്യം വളരെ കൗണ്ട് കൂടുതലാണ് ഇന്ത്യയിൽ കടുവകളുടെ. കടുവകളുടെ ഇരവേട്ടകളിൽ ഒരു 10 ശ്രമങ്ങളിൽ ഒരു ശ്രമം മാത്രമാണ് വിജയകരമാവുന്നത്. അതിനാൽ തന്നെ ഇരയെ വേട്ടയാടുമ്പോൾ മാക്സിമം ഭക്ഷണം ഉള്ളിലാക്കുക എന്നുള്ളതാണ് കടുവകളുടെ ഒരു രീതി. കടുവകൾ ഉണ്ടാക്കുന്ന ഓരോ ശബ്ദങ്ങളും അവ മറ്റുള്ളവയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളാണ്. കടുവകളുടെ നിലവിലുള്ള അവസ്ഥയും ഇവ ഇതിലൂടെ പ്രകടമാക്കാൻ ഉപയോഗിക്കുന്നു. മറ്റു പല ജീവിവർഗങ്ങളെപ്പോലെ തന്നെ കടുവകളും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സംരക്ഷണത്തിനായിട്ട് നിരവധി പദ്ധതികളാണ് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിലും ടൈഗർ റിസർവ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആൻഡ് പദ്ധതീസ് ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 65 km/h വരെ വേഗതയിൽ കടുവകൾക്ക് വളരെ വേഗം തന്നെ ഓടിയെത്താനാവും. അതുപോലെ തന്നെ കടുവകളുടെ നാക്കിൽ മുള്ളുകൾ പോലെയുള്ള സ്ട്രക്ചറുണ്ട്. ഇവ ഇരയുടെ ശരീരത്തിലെ മാംസത്തെ നക്കി പെട്ടെന്ന് തന്നെ ഇവയുടെ വായിൽ ഉള്ളിലാക്കാൻ വേണ്ടിയിട്ട് ഇവയെ സഹായിക്കുന്നുണ്ട്. ചെറിയ വെളിച്ചത്തിൽ പോലും വളരെ വ്യക്തമായിട്ട് കാണാനുള്ള കഴിവ് കടുവകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി വേട്ടയാണ് കടുവകൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യാറ്. ഒരിക്കൽ ഒരു കടുവ ഒരു മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവയ്ക്ക് മനസ്സിലാവും ഏറ്റവും ദുർബലനായ ജീവി മനുഷ്യനാണെന്ന്. കാരണം മറ്റുള്ള ജീവികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടാൻ കഴിവുണ്ടായിരിക്കും, മരം കയറാൻ കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേഗത്തിൽ നീന്തി രക്ഷപ്പെടാനുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷെ മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു കഴിവുകളും വളരെ വേഗത്തിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു മനുഷ്യനെ ഒരു കടുവ വേട്ടയാടി കഴിഞ്ഞാൽ പിന്നെ അതൊരു നരഭോജിയായിട്ട് മാറുന്നു. ഒരു കടുവ പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയി കഴിഞ്ഞാൽ അവയ്ക്ക് അവയുടെ ടെറിട്ടറി നഷ്ടമാവും. അതായത് ചെറുപ്പക്കാരായ കടുവകൾ അവരുടെ ടെറിട്ടറി എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ മനുഷ്യവാസ പ്രദേശങ്ങളിൽ ടെറിട്ടറികൾ ഉണ്ടാക്കാൻ നാട്ടിലേക്ക് അവരിറങ്ങും. പിന്നീട് അത് മനുഷ്യനൊരു വെല്ലുവിളിയായിട്ട് മാറും. അമിതമായ വനനശീകരണവും പ്രകൃതിയുടെ ചൂഷണവും കടുവകൾ കാടിറങ്ങി നാട്ടിലേക്ക് എത്താൻ കാരണമാവുന്നുണ്ട്. എത്രയൊക്കെയാണെങ്കിലും കടുവകൾ എന്നും പ്രകൃതിയുടെ ഒരു വിസ്മയ സൃഷ്ടിയാണ്.
ഭംഗിയിലും ബുദ്ധിയിലും ശക്തിയിലും കടുവ എന്നും മുന്നിൽ തന്നെയാണ്. അങ്ങനെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിൽ അവ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു കണ്ടന്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.